നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ചർച്ചാ ക്ലാസ് ആരംഭിക്കുകയായി. ശ്രീമദ് ഭഗവത്ഗീതയും അതിനെ ഉൾക്കൊള്ളുന്നതായ ശ്രീ മഹാഭാരതവും നമുക്ക് നൽകി അനുഗ്രഹിച്ച ഭഗവാൻ വേദവ്യാസന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ ഗീതാഭാരതത്തിൻ്റെ ഈ ചർച്ച ആരംഭിക്കട്ടെ. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തെ ആസ്പദമാക്കി അതിലെ ആസുരീ സമ്പത്തിൻ്റെ സവിശേഷതകൾ ഒന്നൊന്നായിട്ട് നാം മഹാഭാരത കഥകളിലൂടെ പഠിക്കുകയായിരുന്നു. ദംഭോ ദർപ്പോ അതിമാനശ്ച ക്രോധ പാരുഷ്യമേവച, ഇതെല്ലാം ആസുരീ സമ്പത്തിൻ്റെ സവിശേഷതകളാണ്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ക്രോധം എന്നുള്ള ആസുരീ സമ്പത്തിനെ കുറിച്ച് വിശദമായി നേരിട്ട് കാണുകയായിരുന്നു. മഹാഭാരതത്തിലെ സഭാപർവത്തിൽ നടന്ന ചൂതുകളിയുടെ രംഗത്തെ നാം നേരിട്ട് വായിച്ച് കർണന്റെ ഹൃദയത്തിലെ ക്രോധം ഈ മഹാഭാരത കഥയെ ഏതെല്ലാം പ്രകാരത്തിൽ രൂപപ്പെടുത്തി എത്ര ഭീഷണമാക്കി മാറ്റി എന്ന് നാം കാണുകയായിരുന്നു. കർണന്റെ ക്രോധത്തിനാസ്പദം ഒരു ചെറിയ സംഭവമാണ്. സൂതപുത്രൻ വില്ലെടുക്കണ്ട എന്ന് പാഞ്ചാലി പറഞ്ഞതാണ് സ്വയംവര പന്തലിൽ വെച്ച് കർണന്റെ ക്രോധത്തിന് കാരണം. പാഞ്ചാലിയെ നശിപ്പിക്കാനുള്ളതായ അവസരങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിയുകയായിരുന്നു കർണൻ. അത് ഈ ചൂതുകളിയുടെ സന്ദർഭത്തില് കർണന് ഏറ്റവും സൗകര്യപ്രദമായി വീണ് കിട്ടി. യഥാർത്ഥത്തിൽ പാഞ്ചാലി അങ്ങനെ പറയുമ്പോൾ നാം സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ കുറ്റം പാഞ്ചാലിയുടേതല്ല, പിന്നെയോ അത് കർണന്റേതാണ്. രാജകുമാരന്മാർക്കും രാജാക്കന്മാർക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്വയംവര വേദി, അവിടെ ദുര്യോധനന്റെ കൂട്ടുകാരനാണ് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ കർണൻ കടന്നു ചെന്നു. അദ്ദേഹത്തിന് കിരീടം ലഭിക്കുന്നത് ദാനമായിട്ടാണ്, രാജാവല്ല അദ്ദേഹം. രാജസ്ഥാനം ദുര്യോധന കൃപയാൽ അദ്ദേഹത്തിന് കൈവന്നു എന്ന് മാത്രം. അതുകൊണ്ട് രാജാക്കന്മാരുടെ സഭയ്ക്കകത്ത് രാജാക്കന്മാരുടെ അധികാരം വിനിയോഗിക്കാൻ കർണന് യഥാർത്ഥത്തിൽ അവസരമില്ല. അവിടെ കർണൻ കടന്നു ചെന്നു. കർണൻ വില്ലാളിയാണ്, അദ്ദേഹത്തിന് ആ അസ്ത്രപരീക്ഷ ജയിക്കാനാകും
മറ്റ് രാജാക്കന്മാർ പരാജയപ്പെട്ടിടത്ത് കർണൻ അത് ജയിക്കാൻ വേണ്ടിയിട്ട് മുന്നേറിയപ്പോൾ അങ്ങനെ അസ്ത്രപരീക്ഷയിൽ വിജയിക്കുന്ന ആളുകളിൽ പിന്നെ കന്യകയ്ക്ക് ദ്രൗപദിക്ക് ഇഷ്ടമുള്ളയാളിനെ മാത്രമേ ദ്രൗപദി സ്വീകരിക്കൂ. അങ്ങനെ അസ്ത്രപരീക്ഷയ്ക്ക് കർണൻ മുതിർന്ന അവസരത്തിൽ ദ്രൗപദി വിളിച്ചു പറഞ്ഞു, സൂതപുത്രനെ ഞാൻ ഒരിക്കലും സ്വയംവരം ചെയ്യില്ല എന്ന്. അത് ദ്രൗപദിയുടെ അവകാശമാണ്. അവിടെ സ്വയംവരത്തിനുള്ള യോഗ്യത ഈ അസ്ത്ര പരീക്ഷയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കന്യകയുടെ ഇഷ്ടമാണ്. കന്യക തൻ്റെ അനിഷ്ടത്തെ അവിടെ പ്രകടിപ്പിക്കേണ്ടി വന്നു. അനിഷ്ടം അത് കർണന് വലിയ അവമതിയായി തോന്നി. കർണനാണതിന് കാരണമെങ്കിലും അത് ഹൃദയത്തിൽ നിരന്തരം ജ്വലിക്കുന്ന തീയായിട്ട് കർണൻ കിട്ടിയ അവസരത്തിൽ ദുര്യോധനന്റെ ആ ഒരു സാഹചര്യത്തിൽ ദുര്യോധനനെ കരുവാക്കിക്കൊണ്ട് കർണൻ അത് വിനിയോഗിച്ചു. അത് ഭീമന്റെ ഘോരമായ പ്രതിജ്ഞയ്ക്ക് കാരണമായി തീർന്നു. അത് യുദ്ധത്തിനും കാരണമായി തീർന്നു. അതാണ് ക്രോധം ഏറ്റവും വലിയ വിപത്താണ്. ആസുരീ സമ്പത്തിൽ ആ സമ്പത്തിന്റെ സവിശേഷതകളിൽ ഏറ്റവും കുഴപ്പമേറിയതാണ് ക്രോധം. ദമ്പത്തോടും ദർപ്പത്തോടും അഭിമാനത്തോടും എല്ലാം അത് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഈ സംഭവം എങ്ങനെ മഹാഭാരത യുദ്ധത്തിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായി തീർന്നു എന്നുള്ളതാണ് നാം കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. ഭഗവദൂത് കഴിഞ്ഞ കൃഷ്ണൻ കുന്തിയുടെ സമീപത്ത് വന്ന് കുന്തിയോട് ചോദിച്ചു, അല്ലയോ അമ്മേ, ഞാൻ എന്താണ് അമ്മയുടെ മക്കളോട് പോയി പറയേണ്ടത്? അപ്പോൾ തന്റെ പുത്രന്മാർക്കുള്ളതായ സന്ദേശം, ദ്രൗപദിക്കുള്ള സന്ദേശം അതിശക്തമായ ഭാഷയിൽ തന്നെ കുന്തി നൽകുന്നത് നാം ഇന്നലെ കേൾക്കാൻ തുടങ്ങുകയായിരുന്നു. യുധിഷ്ഠിരനോട് പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, നീ നിന്റെ രാജധർമ്മത്തിൽ നിന്നിട്ട് നിനക്ക് ശാന്തിയോടുള്ള അമിതമായ താല്പര്യം മൂലം രാജധർമ്മത്തിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോയിരിക്കുന്നു. രാജാവിന്റെ ധർമ്മം ശാന്തിയെ നിലനിർത്താൻ വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുകയാണ്. നാട്ടില് കുടുംബങ്ങളില് ഒക്കെ ശാന്തിയെ തകർക്കുന്നത് ദുഷ്ടമായ മനുഷ്യ സ്വഭാവമാണ്. കള്ളന്മാരും കൊള്ളക്കാരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളതായ അതിക്രമികളും അവരെല്ലാവരുമാണ് പല പ്രകാരത്തിൽ ശാന്തിയെ തകർക്കുന്നത്. അപ്പോൾ അവരോട് വേണ്ടുന്ന രീതിയിൽ നിയമത്തിന്റെ പിൻബലത്തിൽ നിയമം നടത്താതെ, അത് നടത്തുവാനുള്ള ചുമതല രാജാവിനാണ്. രാജാവ് ശാന്തി ശാന്തി എന്ന് ജപിച്ചിരുന്നാൽ ശരിയാവില്ല. അത് നാടിൽ വലുതായിട്ടുള്ള വിപത്തുളവാക്കും. യുധിഷ്ഠിര, നീ നിന്റെ രാജധർമ്മത്തിൽ നിന്നിട്ട് ഇതാ വ്യതിചലിച്ചു പോയിരിക്കുന്നു. രാജധർമ്മത്തെ പരിപാലിക്കേണ്ടതായ അവസരമാണിത്. ഇത് നിന്റെ ചുമതലയാണ്. ആ കർത്തവ്യം നീ നിർവഹിച്ചേ പറ്റൂ. യുധിഷ്ഠിരനോട് പറയുന്നു, അംഗാവേക്ഷസ്വധർമ്മം ത്വം യഥാ സൃഷ്ട സ്വയംഭുവ. അല്ലയോ കുഞ്ഞെ, സ്വയംഭുവായിരിക്കുന്ന ബ്രഹ്മാവ് ക്ഷത്രിയന്മാർക്ക് വേണ്ടിയിട്ട്, രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട്, ഭരണാധിപന്മാർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഭരണാധിപനായിരിക്കുന്ന നിനക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ച് തന്നിരിക്കുന്നതായ ധർമ്മത്തെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്നിട്ട് നീ പഠിച്ചിട്ടുണ്ട്. പുരുഷ സൂക്തത്തിൽ നിന്ന് തന്നെ നീ പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ എങ്ങനെയാ ക്ഷത്രിയന്മാരെ സൃഷ്ടിച്ചത്, ക്ഷത്രിയന്മാർക്ക് എന്ത് ചുമതലയാണ് നൽകിയിരുന്നത്? ക്ഷതാത്രായതേ ഇതി എന്നാണ് ക്ഷത്രധർമ്മത്തിന്റെ
ക്ഷത്രിയ ശബ്ദത്തിന്റെ അർത്ഥം. ക്ഷതത്തിൽ നിന്ന്, മുറിവിൽ നിന്ന്, അപകടത്തിൽ നിന്ന് എല്ലാ ആളുകളെയും, എല്ലാ ജീവരാശിയെയും, ലോകത്തെയും രക്ഷിക്കുന്നവനാരോ അവനാണ് ക്ഷത്രിയൻ. ജന്മം കൊണ്ട് ആരും ക്ഷത്രിയനാകുന്നില്ല, കർമ്മം കൊണ്ടാണ് ക്ഷത്രിയനാകുന്നത്. ബ്രാഹ്മണനാകുന്നതും അങ്ങനെ തന്നെ കർമ്മം കൊണ്ടാണ്. ഗുണത്തെയും കർമ്മത്തെയും ആസ്പദമാക്കിയിട്ടാണ് ഈ വർണ്ണവ്യവസ്ഥ. അങ്ങനെ ക്ഷത്രിയന്മാർ എന്ന് പറയുന്ന വിഭാഗം, എന്ന് പറയുന്ന വ്യക്തികൾ, അവർ ലോകത്തെ രക്ഷിക്കാൻ, തന്റെ ബാഹുബലം കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകളാണ്.